യു പിയിലെ എൻകൗണ്ടറിനെ കുറിച്ച് പറഞ്ഞല്ലോ, നമ്പർ ഒന്നുകൂടി പറയുമോ? 800 പേര്. 800 പേര്. എന്താണ് അതിന്റെ സോഴ്സ്? കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. സോഴ്സ് പലയിടങ്ങളിലും വന്നിട്ടുള്ള പലയിടങ്ങൾ. എന്താണ് അതിന്റെ സോഴ്സ്? വിവിധ പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് ഞാനും ഉദ്ധരിക്കുന്നത്. 190 പേര് ഒരു സംസ്ഥാനത്ത്. സാറ് പറഞ്ഞത് 800 എന്നാണ്. 190 800 തമ്മിലുള്ള അന്തരം അറിയാത്ത ആളല്ലല്ലോ അങ്ങ്. അതുപോലെ തന്നെ പിണറായി വിജയനെ വാഴ്ത്തുന്നതിനായി കൃത്യമായ ഒരു നറേറ്റീവ് ഇടതുപക്ഷം സെറ്റ് ചെയ്യുന്നുണ്ട്. പിണറായി വിജയനെ കഴുകരെന്ന് വിശേഷിപ്പിച്ചതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കഴുകരെന്ന് പറഞ്ഞാൽ എന്താണ്? കഴുകരെന്ന് പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ ആണ്. കഴുകരെന്ന് പറഞ്ഞാൽ എന്തിന്റെ പ്രതീകമാണ്? വൾച്ചർ. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. വൾച്ചർ എന്തിന്റെ പ്രതീകമാണ്? അതുപോലെ പാർട്ടിയെ നശിപ്പിക്കുന്ന ഒന്നായി പിണറായി വിജയൻ മാറാതിരിക്കട്ടെ. മിസ്റ്റർ ദിഗംബരൻ, തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. ഈ കാലത്ത് ഇത് പിണറായി വിജയന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, അവിടെ ഇരുത്തി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, ബംഗാളിലും ത്രിപുരയിലും ഇടതുപക്ഷത്തിന് സംഭവിച്ചത് കേരളത്തിലും സംഭവിക്കും സാർ. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിൽ മുൻപ് അനുമതി കിട്ടുന്ന 5 or 6 പേരല്ലാതെ എത്ര പേർക്ക് കൃത്യമായി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കഴിയുന്നുണ്ട്? ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരോടുള്ള തിരിച്ചുള്ള റെസ്പോൺസ് എന്താണ്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. സുജയ്, എന്തുകൊണ്ട് MT വാസുദേവൻ നായർ ഇടതുപക്ഷത്തെ തിരുത്തുന്നു? അതാണല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. തിരുത്തിയില്ലെങ്കിൽ ഇല്ലാതാകും. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇക്കാര്യത്തിൽ MT വാസുദേവൻ നായർ ഇനി എന്ത് പറയും എന്നതിലാണ് ഈ വാർത്തയുടെ മെറിറ്റ് നിൽക്കുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇനി അദ്ദേഹം തിരുത്താതെ, അദ്ദേഹം പറഞ്ഞത് അതായിരുന്നു, അദ്ദേഹം പറഞ്ഞത് ഇതായിരുന്നു, അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞിട്ടാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസിൽ അതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ളൊരു തൊട്ടിക്കൂട്ടുകാരൻ എന്നൊക്കെ പറയുന്ന ഒരു ഇടതുപക്ഷ യുക്തി ഇനി വിലപ്പോവില്ല എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം CPIM-നെയും സർക്കാരിനെയുമാണ് വിമർശിച്ചത് എന്ന പൂർണ്ണ ബോധ്യമാണ് MT-യുടെ പ്രസംഗത്തിന്റെ ട്രാൻസ്ക്രിപ്റ്റ് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ കുറച്ച് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എനിക്കെതിരെ ഒരു ഗൂഢസംഘം ഇവിടെ എവിടെയോ പ്രവർത്തിക്കുന്നുണ്ട്.